ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ചെസ് ബോർഡ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ കുറച്ച് ടൈമും വേണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. നമുക്ക് ഇത് റെഡിയാക്കാൻ 2 കേക്ക് റെഡിയാക്കിയിട്ട് ഇതുപോലെ ചെസ് ബോർഡ് കേക്കാക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓവനിൽ കൂടി ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഓവനിലും അതുപോലെ ഓവൻ ഇല്ലാതെയും 2 കേക്കും ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ഒരു കേക്ക് ഞാൻ ഓവനിലാണ് റെഡിയാക്കുന്നത്. എൻ്റെ OTG ആണ്. ഞാൻ ഇവിടെ ഒരു 170 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ ഞാൻ 170 ഡിഗ്രിയിലാണ് ഇടുന്നത്. സെക്ടർ മോഡ് 2 മോഡ്, അതായത് താഴെ നിന്നും മുകളിലും നിന്നുമുള്ള ചൂട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ വേണം. അപ്പം സെക്ടർ മോഡ് 2 പവർ മോഡ് ഉള്ളത് വേണം സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. മേളിൽ നിന്നും താഴെ നിന്നും വരുന്ന ചൂടെടുക്കുക. എന്നതിന് ശേഷം ടൈം സെറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ആരോ മാർക്ക് ആ 10ൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് അത് തനിയെ ഇരുന്നപ്പോൾ പ്രീഹീറ്റ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് ഇടുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്യുമ്പോൾ, അതും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലീൻ ബൗളിലേക്ക്, ഒട്ടും തന്നെ നനവോ ഒരു വെള്ളത്തിൻ്റെ അംശമോ കാണരുത്. അതുപോലെ ഈ മുട്ട നല്ല ഡ്രൈ ആയിരിക്കണം. മുട്ട നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ല തണുപ്പൊക്കെ വിട്ടതിന് ശേഷമേ ഈ മുട്ട ഉപയോഗിക്കാവൂ. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പലരും മുട്ട മണം വരുന്നുണ്ട് എന്നുള്ളവർക്ക് ഈ മുട്ടയുടെ മഞ്ഞയുടെ കൂടെ കാണുന്ന ആ കട്ടിയുള്ള ആ വെള്ള പ്രതലം അങ്ങ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ മുട്ട മണം ഒട്ടും തന്നെ കാണില്ല. അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ വാനില എസൻസും ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പും 4 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. ഈ 4 മുട്ടയും ഈ ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് വേണം നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട പതപ്പിക്കുന്ന ഫസ്റ്റ് ടൈമിൽ സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം പഞ്ചസാര പൊടി ചേർക്കുന്ന സമയത്ത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി 1/2 കപ്പ് പഞ്ചസാര പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം 1.5 കപ്പ് പഞ്ചസാര പൊടിയും 4 മുട്ടയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഇതിലേക്ക് ഇനി എടുക്കുന്നത് ഒരു 3/4 കപ്പ് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ മതി. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ബട്ടർ, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ 3/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ട് ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്. ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെയും ഇത് റെഡിയാക്കാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ മിക്സിയുടെ ജാറിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയുടെ ലിങ്ക് കൂടി ഇട്ടിരിക്കാം. കണ്ടോ, നല്ല ക്രീമിയാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ. ഇനി നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അരിച്ച് തന്നെ എടുക്കണം. ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഫ്ലോറൊക്കെ അരിച്ച് തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ കൂടിയാൽ കേക്ക് ഡ്രൈ ആവും, ഒട്ടും സോഫ്റ്റ്നെസ് കാണില്ല, അതുപോലെ ഒരു ബിറ്റർ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ കറക്റ്റ് ഞാൻ പറയുന്ന അളവിൽ തന്നെ എടുക്കുക. 1 ടീസ്പൂൺ മതി 1.5 കപ്പ് മൈദയ്ക്ക്. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ അപ്പക്കാരം തന്നെയാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഈ ഡ്രൈ ലംസൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. എന്നാലേ കേക്ക് ഒന്നുകൂടി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ആ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡർ അതുപോലെ മൈദയും എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ്
ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മുട്ട അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫ്ലോർ ഒന്ന് റെഡിയാക്കി വെച്ചോളൂ, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഞാനിവിടെ ബട്ടർ എസൻസും വാനില എസൻസും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാനില എസൻസ് 1.5 ടീസ്പൂൺ ചേർക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ എസൻസ് എല്ലാവർക്കും കാണണമെന്നില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും ബട്ടർ എസൻസ് ചേർക്കുമ്പോൾ കേക്കിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്, നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും ബട്ടർ എസൻസ് ചേർക്കുകയാണെങ്കിൽ. അപ്പം ഇനി നമുക്ക് ഈ മുട്ടയും എസൻസും കൂടി മിക്സ് ചെയ്യണം, എന്നാലേ ആ മുട്ട മണം കംപ്ലീറ്റ്ലി നമുക്ക് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ മുട്ടയും എസൻസും ഒക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. നമുക്ക് ഇലക്ട്രിക് ബീറ്റർ തന്നെ കൊണ്ട് വാനില എസൻസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ട മണം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ വേണം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഓവറായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ടിരിക്കും, നമ്മൾ അറിയത്തുമില്ല. വളരെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മുട്ടയും അതുപോലെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ടീസ്പൂൺ വേണമെങ്കിലും നമുക്ക് ഈ ഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നല്ല പോലെ മിക്സായി കിട്ടും. തുടക്കക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ ഫ്ലോറും അതുപോലെ നമ്മുടെ ഈ മുട്ടയുടെ ആ മിശ്രിതവും ഒക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവണം. അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം പിന്നെ ഇട്ട് ഇളക്കി കൊടുക്കരുത്, കാരണം ഓവർ മിക്സിങ്ങും പാടില്ല. ഓവർ മിക്സിങ് ചെയ്യുകയാണെങ്കിൽ, ഓവറായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് പൊങ്ങി വരില്ല, നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാതെ ഇരിക്കും. അങ്ങനെയുള്ളൊരു പ്രശ്നവും ഉണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒന്ന് നമ്മളിവിടെ ചോക്ലേറ്റ് കേക്കും അതുപോലെ ഒന്ന് സ്പഞ്ച് കേക്കുമാണ് റെഡിയാക്കുന്നത്, വാനില കേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കൊക്കോ പൗഡർ, ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ കിട്ടാനാണ് നമ്മൾ അരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിക്കുക, ഒരുപാട് ഓവർ മിക്സിങ് പാടില്ല. വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് സുമീസ് ടേസ്റ്റി കിച്ചൻ തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ ഈ ചാനലിന് പ്രത്യേക മാറ്റമൊന്നുമില്ല, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. എന്നാൽ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു ഗ്രീസ് ചെയ്തെടുത്ത ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ വെച്ചിട്ട് ഈ ടിന്നിനൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ പെട്ടെന്ന് കേക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ബട്ടറോ ഓയിലോ വെച്ചിട്ട് ഈ ടിന്നിനെ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ ഓവനിലേക്ക് നമുക്ക് ഈ കേക്കിനെ വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 30 മിനിറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് തനിയെ ഓഫാവും, ഒരു ബെൽ അടിക്കും. അപ്പോൾ നമുക്കിത് കേക്ക് നോക്കുക, റെഡി ആയോ എന്ന് തുറന്ന് നോക്കുക. റെഡി ആയില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി വെക്കുക. അടുത്തത് ഞാൻ ഓവൻ ഇല്ലാതെ എങ്ങനെ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടുള്ള ടിന്നളവില്ലാത്തത് കൊണ്ട് അലൂമിനിയം ഫോയിലൊന്ന് മടക്കിയിട്ടാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചത്. അടുത്തതായിട്ട് ഇഡലിക്കുട്ടത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഉപ്പ് അതുപോലെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യും. നന്നായിട്ട് ചൂടാവും ഒരു 5 മിനിറ്റ് ഇടുകയാണെങ്കിൽ. എന്നതിന് ശേഷം ഈ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചിട്ട് നല്ലപോലെ തീ കുറച്ചിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 30 അല്ലെങ്കിൽ ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്യാം. ആ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാനാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിടുന്നത്. ഇതിപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് എടുത്ത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓവനിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഈ ഓവൻ ഇല്ലാത്ത കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ചൂടാറുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കേക്ക് ഒരു ദിവസമെങ്കിലും റൂം ടെമ്പറേച്ചറിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. എന്നതിന് ശേഷം നമ്മൾ പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നല്ല മാറും. നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കേക്കിനെ കട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കും കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്, അതുപോലെ നമ്മുടെ സ്പഞ്ചി കേക്കും രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റിൽ ഒരല്പം പാലൊഴിച്ച് കൊടുക്കാം. ഇത് ചൂട് പാലാണ് ഞാൻ ചോക്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തത്. ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ്. നമ്മുടെ നൈഫ് കൊണ്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂട് പാലായതുകൊണ്ട് അതിൽ കിടന്ന് നമ്മുടെ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് 4 പീസ് കേക്കാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഒരു ചതുരത്തിൽ വെട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വൃത്തം കട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക. എന്നതിന് ശേഷം 1 ഇഞ്ച് വലിപ്പത്തിൽ അവിടുന്ന് വെട്ടിക്കളയുക. 1 ഇഞ്ച് വലിപ്പത്തിൽ വെട്ടിക്കളയുക. എന്നിട്ട് വീണ്ടും എടുത്ത് ഈ സെൻറ്റർ ഭാഗത്ത് വെക്കുക. നല്ല ലെവലായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന ഒരു കട്ടർ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതുണ്ടെങ്കിൽ കൂടുതൽ അതായിരിക്കും സൗകര്യം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ആ ലെവലൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരും. കറക്റ്റ് ലെവലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യണം. 3 പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ ഉൾഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതിന് വേണ്ടത് നമ്മളിപ്പോൾ മടക്കിയെടുത്ത അതേ പേപ്പർ വീണ്ടും മടക്കിയിട്ട് 1 ഇഞ്ച് വലിപ്പത്തിൽ വീണ്ടും കട്ട് ചെയ്ത് കളയുക. 1 ഇഞ്ച് വലിപ്പത്തിൽ. കണ്ടോ, വീണ്ടും ഇപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ഈ നടുക്ക് വെച്ചിട്ട് ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ ചെയ്ത പോലെ ഇപ്പോൾ 3 പാർട്ടായില്ലേ, ഇതുപോലെ നമുക്ക് 4 പീസാണ് ആകെ ഉള്ളത്. ഇത് ഒന്നാമത്തേതാണ്. ഈ 4 പീസ് കേക്കിനെയും നമുക്ക് ഇതേ അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യക്തമായിട്ടൊന്ന് എല്ലാം കാണിച്ചു തരുന്നത്. കണ്ടോ, ഇപ്പോൾ 3 പീസ് കേക്കായി ഒരെണ്ണം. ഇതുപോലെ ബാക്കിയുള്ള കേക്കുകളെല്ലാം നമുക്ക് കട്ട് ചെയ്യണം. ആ കേക്ക് തന്നെ എടുത്ത് വച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ കേക്കും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെസ് ബോർഡ് കേക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഒരെണ്ണം വെക്കുക. അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. അതിന് മുമ്പിട്ടായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചോക്ലേറ്റ്, നമ്മൾ നേരത്തെ പാലും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തെടുത്തത് ഇതുപോലെ സൈഡിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ആ കേക്കുമായിട്ട് നല്ല ഒട്ടിപ്പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ക്രീമോ അതുപോലെ വിപ്പിംഗ് ക്രീമോ സൈഡിൽ, അത് ഒരുപാട് വെക്കരുത്. അപ്പോൾ ചെസ് ബോർഡ് കേക്കിന് കാണാൻ ഒരു എടുപ്പ് കാണില്ല. ഒരു ലൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനേക്കാൾ നല്ലത് ഈ ചോക്ലേറ്റ് തന്നെയാണ്. ഇതാകുമ്പോൾ ആ കളർ കൊണ്ട് അറിയത്തില്ല. ഈ സൈഡിൽ മൊത്തം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ സ്പഞ്ചി കേക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുക്ക് വീണ്ടും വെക്കേണ്ടത് ചോക്ലേറ്റ് കേക്കാണ്. വീണ്ടും നമുക്ക് ഈ സെൻറ്റർ ഭാഗത്ത് കണ്ടോ, നമ്മുടെ സ്പഞ്ച് കേക്കിൽ ആ ചോക്ലേറ്റ് വീഴാതെ തന്നെ ആ നടുക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലെവലായിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വരും. ഇത് അത്ര പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സൈഡിലും എല്ലാം ഒന്ന് ആ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം വെക്കാം. പിന്നെ രണ്ടാമത് വെക്കേണ്ടത് ഇതുപോലെ എല്ലാ കേക്കും ഞാനൊന്ന് അടുക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
ഇങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. സാധാരണ സ്പാച്ചുല വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി തുടക്കക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കൂടുതൽ എളുപ്പം. ഇതുപോലെ ചുറ്റിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്പാച്ചുല കൊണ്ടിട്ട് നമുക്ക് നന്നായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് നനച്ചെടുക്കുക. പൈപ്പ് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഒന്ന് കുടയുക, തുടയ്ക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ലെവലായിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും കുറച്ച് പൈപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് കുടയുക. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലായിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ താഴോട്ട് ഈ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ മുകൾ ഭാഗത്ത് മാത്രമാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ഈ ഒരു ചെസ് ബോർഡ് കേക്കിന് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റിന് ശേഷമാണ് വീണ്ടും എടുത്തത്. ഞാൻ ബട്ടർ പേപ്പർ തന്നെയാണ് ഈ ഒരു ഷേപ്പിൽ 1 ഇഞ്ച് വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചത്. ഇതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമുക്കിതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് അതേ സ്പേസ് വിട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. മറിച്ചും ഇതുപോലെ തിരിച്ചും നമുക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ലെവലിന്, നമ്മുടെ ചെസ് ബോർഡ് കേക്കല്ലേ, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കൊക്കോ പൗഡർ നമുക്ക് അരിപ്പയിലൂടെ ഇതുപോലെ എല്ലാ ഹോളിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഹോളുകളിൽ ഇട്ട് കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തും അങ്ങ് ഇടണ്ട. ശരിക്കും ഇപ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതിപ്പോൾ എടുക്കുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് കാണാനും. അപ്പോൾ നല്ലൊരു കേക്കാണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കൂ, മടിക്കണ്ട. ലൈക്ക് ചെയ്ത ശേഷം എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന ചാനലിൽ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാവിലെ 10:30 മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പലർക്കും ഡൗട്ടാണ് എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ മറക്കണ്ട, തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാവിലെ 10:30നും 11നും ഇടയ്ക്കായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു ചാനലിന് പ്രത്യേക ഒരു മാറ്റവും തന്നെ ഇല്ല, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷിൽ കൂടി ഒരു സബ്ടൈറ്റിൽ കൊടുത്തൊരു ചാനൽ കൂടി തുടങ്ങിയെന്നേ ഉള്ളൂ. അതിൽ ഞാൻ ബേക്കിംഗ് മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നത്. കേക്ക്, കുക്കീസ് അതുപോലുള്ള ഡെസേർട്ട് ഒക്കെ മാത്രമേ അതിലും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ആ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൽ ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിലായിരിക്കും ആ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചാനലിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിരിക്കാം, നിങ്ങൾ കാണുക. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെസ് ബോർഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും ആരും മറക്കരുത്.